Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥികളെ മുൻ ട്രെയിനി അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂളിൽ പ്രതിഷേധം നടത്തി. ആരോപണ വിധേയരെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ്. കാങ്കോൽ ഭാഗത്ത് കൃഷിയിടങ്ങളിൽ മോട്ടോർ മോഷണം പതിവാകുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 7 മോട്ടോറുകളാണ് ഈ പ്രദേശത്ത് നിന്നും മോഷണം പോയത്. ആശങ്കയിലായി കർഷകർ. ചെങ്കല്ല് കയറ്റി വന്ന മിനി ലോറി ഇറക്കത്തിൽ നിന്നും നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് വീണു. കുറ്റൂർ ടൗണിൽ ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം നടന്നത്. ഒഴിവായത് വൻ ദുരന്തം. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുകയും പദ്ധതിയുടെ ഘടന അടിമുടി മാറ്റുകയും ചെയ്യുന്ന വിവാദ ബില്ലിനെതിരെ കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി പ്രതിഷേധം. പുറച്ചേരിയിൽ കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥികളെ മുൻ ട്രെയിനി അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂളിൽ പ്രതിഷേധം നടത്തി. ആരോപണ വിധേയരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റി അറിയിച്ചു. വിനോദയാത്രയ്ക്കിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് പിന്നീട് വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. അധ്യാപക വിദ്യാർത്ഥിയായിരിക്കെ സ്കൂളിൽ പരിശീലനത്തിന് വന്ന ഇയാളെ എന്തടിസ്ഥാനത്തിലാണ് വിനോദയാത്രയ്ക്ക് പങ്കെടുപ്പിച്ചതെന്നും ഇയാൾ 1 മാസം മുന്നേ പരിശീലനം പൂർത്തീകരിച്ചു പോയ വ്യക്തിയാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പരിശീലന കാലയളവ് കഴിഞ്ഞ ഒരാളെ വിനോദയാത്രയ്ക്ക് പങ്കെടുപ്പിക്കുന്നത് കടുത്ത നിയമലംഘനമാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ വെച്ചിട്ട് പഠനയാത്ര പോയി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനകത്ത് അതിൽ സ്കൂളിലത്തെ +2 വിദ്യാർത്ഥികളെ ഇതിലെ പ്രധാനപ്പെട്ട വസ്തുത ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു ബന്ധുവില്ലാത്ത, അതായത് സ്കൂളിനകത്ത് ഒരു ബന്ധുവില്ലാത്ത ഒരു അധ്യാപകനെയാണ്, ഒരു ട്രെയിനി ആയിട്ട് വന്നിട്ടുള്ള BA ട്രെയിനി ആയി വന്നിട്ടുള്ള ഒരു അധ്യാപകനെയാണ് സ്കൂൾ അധികൃതർ ഒരു പഠനയാത്രയെ ബന്ധപ്പെട്ട് കൂടെ കൂട്ടുന്നത്. ഒരു കാരണവശാലും സംഭവിക്കാത്ത പാടില്ലാത്തൊരു വിഷയമാണ്. തികച്ചും ഒരു അപലപനീയമായ വിഷയമാണ് ഇവിടുത്തെ അധ്യാപകരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ചോദ്യം ചെയ്യാനാണ് നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അതുപോലെ ബ്ലോക്ക് വാരാൾ ഇവിടെ എത്തിച്ചേർന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് അധ്യാപകരുടെ ഭാഷ എന്ന് പറയുന്നത് തികച്ചും ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ്. അവർ കൊണ്ടുപോയി നമുക്ക് തെറ്റുപറ്റിപ്പോയി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസമായിട്ട് അവർ തയ്യാറാവുന്നില്ല. അതോടൊപ്പം ഇതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് 18 വയസ്സോടും പൂർത്തിയാവാത്ത കുട്ടികളെയാണ് അതിക്രൂരമായ രീതിയിൽ ലിജോ എന്ന് പറഞ്ഞ അധ്യാപകൻ എടുത്തു പറയുകയാണ്. DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയായിട്ടുള്ള ലിജോ എന്ന് പറയുന്ന ഒരു കോളേജ് ട്രെയിനി, അതായത് BEd ട്രെയിനി ആയിട്ടുള്ള ഒരു മുൻ അധ്യാപകൻ ഇവിടെ വെച്ച് ക്രൂരമായി ആക്രമിച്ചിട്ടുള്ളത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന്, പഴയങ്ങാടി പോലീസിന്റെ ഭാഗത്തുനിന്നും തീർത്തും നിരുത്തരവാദിത്തമായ പെരുമാറ്റമാണ് ഈ വിഷയം ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോലീസുകാരോട് സൂചിപ്പിക്കാനുള്ളത്, ഇനിയും ഈ രീതിയിൽ തന്നെയാണ് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലിജോയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ മറ്റ് നിയമ നടപടികൾ, അതോടൊപ്പം തന്നെ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തും തീരുമാനമുണ്ടാവും. വിനോദയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത വീഴ്ചയാണ് എന്നും കേസ് അട്ടിമറിക്കാൻ ചില അധ്യാപകർ ശ്രമിക്കുന്നതായും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ആരോപണ വിധേയരായ കുറ്റവാളികളെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റി അറിയിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് നവനീത നാരായണൻ, യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അക്ഷയ് പറവൂർ, അരുൺ ആലയിൽ, പ്രണവ് കരേള, സുധേഷ് പൊതുവാൾ, മുഹമ്മദ് റാഹിബ്, മുബാസ് CH, നവനീത് ഷാജി, അഹമ്മദ് യാസിൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഒരു ഡിസംബർ കൂടി കടന്നു പോകുന്നു. കരിവെള്ളൂർ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക് ഡിസംബർ 20
79 വയസ്സ്. ഭൂമിക്കും ഭക്ഷണത്തിനും സർവോപരി സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഒരു നാട് നടത്തിയ ചെറുത്തുനിൽപ്പ് എക്കാലത്തും ആവേശമുണർത്തുന്ന ഒന്നാണ്. ഒരു ഡിസംബർ 20 കൂടി കടന്നു വരുന്നു. കരിവള്ളൂരുകാർക്ക് രണസ്മരണയുടെ ദിനം കൂടിയാണിത്. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ഭക്ഷ്യക്ഷാമം രൂക്ഷമായി. ജന്മിമാർ കർഷകരിൽ നിന്ന് നികുതി പിരിക്കുകയും നെല്ല് പൂഴ്ത്തിവെക്കുകയും ചെയ്തു. ചിറക്കൽ തമ്പുരാൻ MSPയുടെയും ഗുണ്ടകളുടെയും സഹായത്തോടെ കരിവള്ളൂരിൽ നിന്ന് നെല്ല് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. നെല്ല് കടത്തുന്നത് തടയാൻ AV കുഞ്ഞമ്പു, K കൃഷ്ണൻ, P കുഞ്ഞിരാമൻ, കണിച്ചുവീട്ടിൽ കൃഷ്ണൻ നായർ, കൂലേരിക്കാരൻ കുഞ്ഞമ്പു, KV കുഞ്ഞിക്കണ്ണൻ, KV സദാനന്ദ പൈ, കോളിയാടൻ നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ ജനാവലി കുണിയൻ പുഴയോരത്തെത്തി. പോലീസും ജനങ്ങളും ഏറ്റുമുട്ടി. കരിവള്ളൂരിനെ ചുവപ്പിച്ചുകൊണ്ട് 1946 ഡിസംബർ 20 നടന്ന വെടിവയ്പിൽ കീനേരി കുഞ്ഞമ്പു, തിടിൽ കണ്ണൻ എന്നീ സമരസേനാനികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി പുരുഷന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒളിവിൽ പോവുകയും ചെയ്തപ്പോൾ നടന്ന പോലീസ് ഭീകരതയിൽ പയങ്ങപ്പാടൻ കുഞ്ഞിരാമന്റെ ഭാര്യ കുന്നുമ്മൽ ശ്രീദേവി, AV കുഞ്ഞമ്പുവിന്റെ ഭാര്യ K ദേവയാനി, പുതിയിടത്ത് രാമന്റെ ഭാര്യ നീലിയം വീട്ടിൽ ചെറിയ ഉൾപ്പെടെയുള്ള ഒട്ടനവധി സ്ത്രീകൾക്ക് ക്രൂരമർദ്ദനമേറ്റു. കരിവള്ളൂർ കേസിൽ 197 പേരെ പ്രതികളാക്കി. കരിവള്ളൂർ രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് ഡിസംബർ 20 കുണിയൻ സമരഭൂമിയിൽ നിന്ന് വളണ്ടിയർ മാർച്ചും ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനവും നടക്കും. 5:30 രക്തസാക്ഷി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാങ്കോൽ ഭാഗത്ത് കൃഷിയിടങ്ങളിൽ മോട്ടോർ മോഷണം പതിവാകുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 7 മോട്ടോറുകളാണ് ഈ പ്രദേശത്ത് നിന്നും മോഷണം പോയത്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ കാങ്കോൽ, കുണ്ടയംകൂവൽ, വലിയച്ചാൽ, കാളീശ്വരം എന്നിവിടങ്ങളിലായി മോട്ടോർ മോഷണം പതിവാകുന്നു. ഒരു മാസത്തിനിടെ 7 മോട്ടോറുകളാണ് ഈ പ്രദേശത്ത് നിന്നും നഷ്ടമായത്. വലിയച്ചാലിലെ പെരിങ്ങേത്ത് കുഞ്ഞിരാമൻ നമ്പ്യാരുടെ വീട്ടുവളപ്പിലെ കുഴൽക്കിണറിലെ മോട്ടോർ കഴിഞ്ഞ ദിവസം മോഷണം പോയി. ഉടമസ്ഥൻ ബാംഗ്ലൂരിലായിരുന്നു. ജോലിക്കാരൻ വീട്ടിലെത്തിയപ്പോഴാണ് മോട്ടോർ മോഷണം പോയതറിഞ്ഞത്. പൈപ്പ് വലിച്ചെടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. 1.5 HP മോട്ടോറാണ് നഷ്ടമായത്. 2 ദിവസം മുൻപ് തൊട്ടടുത്ത മറ്റൊരു കർഷകന്റെ മോട്ടോറും നഷ്ടപ്പെട്ടു. എന്നോട് പറയും ഇന്നാണെങ്കിൽ മോട്ടോർ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയിട്ട് ഇന്നലെ പോയിട്ടുണ്ടാവില്ല. മറ്റേ തിരുവല്ല അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായിട്ടില്ലല്ലോ. ഈ ഭാഗത്ത് അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ അടുത്ത കാലത്തൊന്നും ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കുറേ കൊല്ലമായിട്ട് ഈ മോട്ടോർ ഇവിടെ കിടക്കുന്നത്. കൃഷിയിടത്തിലെ ജലസേചനത്തിന് ഉപയോഗിക്കുന്ന മോട്ടോറുകളാണ് പലപ്പോഴും നഷ്ടമാകുന്നത്. പലരുടെയും കൃഷിയിടവും വീടും തമ്മിൽ ഏറെ ദൂരവുമുണ്ട്. മോഷണം പതിവായതോടെ കർഷകർ ആശങ്കയിലായിരിക്കുകയാണ്. കൃഷിയിടങ്ങളായതുകൊണ്ട് തന്നെ സ്ഥലവും വിജനമായിരിക്കും. പരിസര പ്രദേശങ്ങളിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ. പോലീസ് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കരിവള്ളൂർ പെരളം പഞ്ചായത്തിലും 2 മോട്ടോറുകൾ മോഷണം പോയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെങ്കല്ല് കയറ്റി വന്ന മിനി ലോറി ഇറക്കത്തിൽ നിന്നും നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് വീണു. കുറ്റൂർ ടൗണിൽ ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം നടന്നത്. ഒഴിവായത് വൻ ദുരന്തമാണ്. കുറ്റൂർ ടൗണിൽ വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. കുറ്റൂർ ചെങ്കൽപ്പണയിൽ നിന്നും ചെങ്കല്ലുമായി വന്ന മിനി ലോറി ഇറക്കത്തിൽ നിന്നും നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് പതിക്കുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം നടന്നത്. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് നിസ്സാര പരിക്ക് പറ്റി. റോഡിനു സമീപത്തും മറ്റ് വാഹനങ്ങളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുകയും പദ്ധതിയുടെ ഘടന അടിമുടി മാറ്റുകയും ചെയ്യുന്ന വിവാദ ബില്ലിനെതിരെ കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി പുറച്ചേരിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം B രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റുകയും ഗ്രാമീണരുടെ ജീവനാഡിയായ പദ്ധതിയുടെ ഘടന അടിമുടി മാറ്റുകയും ചെയ്യുന്ന വിവാദ ബില്ലിനെതിരെ കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി പുറച്ചേരിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം V രമേശൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മേഖലയിലെ പാവപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾക്ക് പണി കൊടുക്കാൻ ആവശ്യമായ നിലക്കുള്ള തീരുമാനമാണ് നമ്മൾ നിർദ്ദേശമായി മുന്നോട്ട് വെച്ചത്. ആദ്യം ജോലിക്ക് കൂലി ഭക്ഷണമായിരുന്നു. രണ്ടാമതാണത് ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിയത്. അപ്പോൾ ഇവിടെ മിച്ചം വരുന്ന ഭക്ഷണ സാധനങ്ങൾ, അരിയായാലും ഗോതമ്പായാലും ഏത് സാധനമായാലും സാധാരണക്കാർക്ക് കൊടുക്കില്ല. ഏരിയ സെക്രട്ടറി MV രാജീവൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് K മനോഹരൻ അധ്യക്ഷത വഹിച്ചു.
ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KC തമ്പാൻ മാസ്റ്റർ, K ശശിധരൻ, U ഭരതൻ, വില്ലേജ് പ്രസിഡന്റ് PV രമേശൻ, പാടശേഖര സമിതി സെക്രട്ടറി മനോജ് വർമ്മ, വില്ലേജ് ട്രഷറർ M ഷൈജു, P രജിലേഷ്, വിപിൻ KC എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കടന്നപ്പള്ളി പാണപ്പുഴയിൽ LDF വിജയാഘോഷം സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴയിൽ LDF വിജയാഘോഷം സംഘടിപ്പിച്ചു. ചന്തപ്പുര AKG മന്ദിരം കേന്ദ്രീകരിച്ച് ബഹുജനങ്ങളും ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് വിജയികളും അണിനിരുന്ന ആഹ്ലാദ പ്രകടനത്തിനു ശേഷം ചന്തപ്പുരയിൽ നടന്ന പൊതുയോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെയാണ് പാണപ്പുഴ ഡിവിഷനും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് BJP സ്ഥാനാർത്ഥിയെ നിർത്താതെ ബ്ലോക്ക് പഞ്ചായത്ത് മണ്ഡലം കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തവരാണ് കോൺഗ്രസും BJP. അതിനെ മറികടന്നുകൊണ്ടാണ് പാണപ്പുഴ ഡിവിഷനിൽ പ്രീത അഭിമാനകരമായിട്ടുള്ള വിജയം കൈവരിച്ചത്. ഇവിടെയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, ബ്ലോക്കിലേക്ക് BJPക്ക് സ്ഥാനാർത്ഥിയില്ല. ബ്ലോക്കിലെ BJPയുടെ വോട്ട് കോൺഗ്രസിന് നൽകുക. ചില ഗ്രാമപഞ്ചായത്തുകളിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. ഇത്തവണ ഈ വോട്ട് കച്ചവടം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. T രാജൻ അധ്യക്ഷത വഹിച്ചു. CPIM മാടായി ഏരിയ സെക്രട്ടറി V വിനോദ്, LDF നേതാക്കളായ VP ദാമോദരൻ, EP ബാലൻ, TV ചന്ദ്രൻ, PP പ്രകാശൻ, B അബ്ദുള്ള, PT ഗോവിന്ദൻ നമ്പ്യാർ, VP സുഭാഷ്, TV രമേശൻ, K ഭാസ്കരൻ, വിജയികളായ സ്ഥാനാർത്ഥികൾക്കു വേണ്ടി P രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അനാഥ മൃതശരീരങ്ങൾ സംസ്കരിക്കുന്ന പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നതിലൂടെ പരിയാരം ദയാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനത്തിന് അംഗീകാരം കൂടുകയാണ്. ഇതിനകം 20ഓളം സംസ്കാരങ്ങൾ നടത്തിയ ദയ 2 ആഴ്ചയ്ക്കുള്ളിൽ 3 മൃതശരീരങ്ങളാണ് ഏറ്റെടുത്ത് സംസ്കരിച്ചത്. കടന്നപ്പള്ളി, തെക്കേക്കര, പടന്നപ്പുറം, മണ്ടൂർ എന്നീ പൊതുശ്മശാനങ്ങളിലാണ് ദയാ ചാരിറ്റബിൾ സൊസൈറ്റി അനാഥ മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. 2025 ആഗസ്റ്റ് 30 കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത കുറ്റവരാരമില്ലാത്ത 65 വയസ്സുള്ള നാണു എന്ന് റെക്കോർഡുകളിൽ പേരുള്ള ആൾ ഒക്ടോബർ 8 മരണപ്പെടുകയുണ്ടായി. പോലീസ് അന്വേഷണങ്ങൾക്ക് ശേഷം ബന്ധുക്കളില്ല എന്ന് ഉറപ്പിച്ചതിനാലാണ് സംസ്കരിക്കുന്നതിനുള്ള ചുമതല ദയാ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നൽകിയത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മൃതദേഹം ദയാ ചാരിറ്റബിൾ സൊസൈറ്റി സംസ്കരിക്കാൻ തയ്യാറായത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 18ഓളം ബോഡികൾ ഇതിനകം തന്നെ ദയ ഏറ്റെടുത്ത് സംസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ 4 ബോഡിയാണ് സംസ്കരിക്കാൻ വേണ്ടി ദയയെ പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർ ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു ബോഡി പരിയാരം പടന്നപ്പുറം പൊതു ശ്മശാനത്തിലും, ഒന്ന് മണ്ടൂർ പൊതു ശ്മശാനത്തിലും, മറ്റൊന്ന് കടന്നപ്പള്ളി തെക്കേക്കര പൊതു ശ്മശാനത്തിൽ ഇന്നിപ്പോൾ സംസ്കരിക്കുകയാണ്. ഇനിയൊരു ബോഡി അവിടെ ഉണ്ട്. അത് നാളെ രാവിലെ ഇതേ ശ്മശാനത്തിൽ വെച്ച് സംസ്കരിക്കാൻ വേണ്ടിയാണ് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. ദയാ ചാരിറ്റബിൾ സൊസൈറ്റി വൈസ് ചെയർമാൻ MV രാജീവൻ, എക്സിക്യൂട്ടീവ് മെമ്പർ P ദാമോദരൻ, പഞ്ചായത്ത് മെമ്പർ TV മോഹനൻ, PK സുരേഷ്, PK പ്രജീഷ്, A ശിവദാസൻ, MV ജയേഷ്, PU ബിജു, PV സനോജ്, M രജീഷ്, രഞ്ജിത്ത് VA എന്നിവരുടെ നേതൃത്വത്തിലാണ് സംസ്കാരം നടന്നത്. വ്യാഴാഴ്ച രാവിലെ ഒരു മൃതദേഹം കൂടി സംസ്കരിക്കാനുണ്ടെന്ന് ദയാ വൈസ് ചെയർമാൻ MV രാജീവൻ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് പെൻഷൻ ദിനാചരണം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPU സംസ്ഥാന സെക്രട്ടറി KK കരുണാകരൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് പെൻഷൻ ദിനാചരണം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. ഡിസംബർ 17 ദേശീയ പെൻഷൻ ദിനമായി ആചരിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് പെൻഷൻ ദിനാചരണം നടന്നത്. KSSPU സംസ്ഥാന സെക്രട്ടറി K കരുണാകരൻ മാസ്റ്റർ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 36 മാസമാകുമ്പോഴും 3 വർഷത്തെ ശരാശരി എടുക്കുമ്പോൾ അവസാനത്തെ 3 വർഷവും ഇൻക്രിമെന്റ് കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട്
അതിനകത്തൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുവേണ്ട ഏറ്റവും കൂടുതൽ സാലറി ഉണ്ടാവുന്ന അവസാനത്തെ 10 മാസമായിരിക്കും. ആ 10 മാസത്തിന്റെ ശരാശരി എടുത്തിട്ട് പെൻഷൻ തീരുമാനിക്കണം. പെൻഷൻ തന്നെ തീരുമാനിക്കുമ്പോൾ അതിന്റെ മിനിമം പെൻഷൻ എത്രയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം കുറച്ചുകൂടി ഉദാരമായ വ്യവസ്ഥകൾ വന്നപ്പോൾ ആ വ്യവസ്ഥകൾ 79 ഏപ്രിൽ 1 ശേഷം മാർച്ച് 31 അതിനുശേഷമോ എന്നുള്ളത് സിവിൽ സർവൻസിനും മിലിറ്ററിയിലുള്ളവർക്ക് ഏപ്രിൽ 1 അതിനുശേഷമോ എന്ന രീതിയിൽ നൽകിയാൽ മതി എന്ന് തീരുമാനിച്ചപ്പോൾ 72 റിട്ടയർ ചെയ്ത നക്കാരെയും KSSPU പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് പ്രസിഡന്റ് MK രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KV രവീന്ദ്രൻ പ്രഭാഷണം നടത്തി. NV കുഞ്ഞിരാമൻ, A രാമചന്ദ്രൻ, KK രാജലക്ഷ്മി ടീച്ചർ, AK സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവള്ളൂർ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ദിനാചരണം സംഘടിപ്പിച്ചു. കരിവള്ളൂർ പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി KSSPU പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ V ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവള്ളൂർ നോർത്ത് സൗത്ത് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പെൻഷൻ ദിനാചരണം സംഘടിപ്പിച്ചു. കരിവള്ളൂർ പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി KSSPU പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ V ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയിൽ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണഗതിയിൽ പെൻഷൻ പരാമർശിക്കുമ്പോൾ പൊതുവിൽ പറയുന്നതാണ് അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ വികസിത മുതലാളിത്ത രാജ്യങ്ങളെ. ചടങ്ങിൽ PC ഗോപിനാഥൻ മാസ്റ്റർ അധ്യക്ഷനായി. K സുധാകരൻ മാസ്റ്റർ, K രാമകൃഷ്ണൻ മാസ്റ്റർ, KP രാജശേഖരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ശിവപ്രസാദ് മനോളിത്തായ പെരുമ്പളയുടെ നേതൃത്വത്തിൽ തിടമ്പ നൃത്തം അരങ്ങേറി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നുവരുന്നു. ബ്രഹ്മശ്രീ കരുമാരത്തിലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആചാരാനുഷ്ഠാന ചടങ്ങുകൾ നടക്കുന്നത്. ശിവപ്രസാദ് മനോളിത്തായ പെരുമ്പളയുടെ നേതൃത്വത്തിൽ തിടമ്പ് നൃത്തം അരങ്ങേറി. ഗണപതി ഹോമം, നവകം, ശ്രീഭൂതബലി, നിറമാല, തായമ്പക മേളം എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നുവരുന്നു. വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടന്നുവരുന്നതായി സംഘാടകർ പറഞ്ഞു. ഉത്സവത്തിനായി എത്തുന്നവർക്ക് അന്നദാനവുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കണ്ണപുരം റെയിൽവേ അരയാലിൻ കീഴിൽ ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഡിസംബർ 15 മുതൽ 18 വരെയാണ് തിരുവപ്പന മഹോത്സവം നടക്കുന്നത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ഭക്തിനിർഭരമായ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഡിസംബർ 18 വ്യാഴാഴ്ച പുലർച്ചെ 5 മണിക്ക് തിരുവപ്പന, ദൈവത്തിന്റെ പുറപ്പാട് എന്നിവ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സ്വാമി ആനന്ദതീർത്ഥരുടെ 22ാം ജന്മദിനാഘോഷം ജനുവരി 2-ന് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടക്കും. സ്വാമി ആനന്ദതീർത്ഥ പുരസ്കാര ചടങ്ങിൽ വെച്ച് മുൻ മദ്രാസ് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് K ചന്ദ്രുവിന് സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വാമി ആനന്ദതീർത്ഥരുടെ 122ാം ജന്മദിനാഘോഷം 2026 ജനുവരി 2-ന് വെള്ളിയാഴ്ച പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടക്കും. വിശേഷാൽ പൂജയും പ്രാർത്ഥനയും സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടക്കും. ശ്രീനാരായണ വിദ്യാലയ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സഹകരണത്തോടെ സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് സ്വാമി ആനന്ദതീർത്ഥ പുരസ്കാരം ചടങ്ങിൽ വെച്ച് സമർപ്പിക്കും. പ്രഥമ പുരസ്കാരത്തിന് അർഹനായത് മുൻ മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് K ചന്ദ്രുവാണ്. മുൻ കേരള ഹൈക്കോടതി ജഡ്ജിയും കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ അധ്യക്ഷനുമായ ജസ്റ്റിസ് PS ഗോപിനാഥൻ പരിപാടിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കും. സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് പ്രസിഡന്റ് TV വസുമിത്രൻ എഞ്ചിനീയർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ട്രസ്റ്റ് വൈസ് പ്രസിഡന്റും പുരസ്കാര നിർണയ സമിതി ചെയർമാനുമായ M കുഞ്ഞികൃഷ്ണൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും. മുൻ മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് K ചന്ദ്രു പുരസ്കാരം ഏറ്റുവാങ്ങലും മറുമൊഴി ഭാഷണവും നടത്തും. പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ മാനവികതയും മലബാറും എന്ന വിഷയത്തിൽ പ്രത്യേക ഭാഷണം നടത്തും. KP ദാമോദരൻ, A കുഞ്ഞമ്പു, N രാഘവൻ, രാമകൃഷ്ണൻ കണ്ണോം, T കണ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ പ്രസ് ഫോറം അംഗങ്ങളായ പത്രപ്രവർത്തകരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി പ്രസ് ഫോറം പുറത്തിറക്കിയ പ്രസ് ഫോറം പോക്കറ്റ് ബുക്ക് പ്രകാശനം ചെയ്തു.
വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ പ്രസ് ഫോറം പ്രസിഡന്റ് PA സന്തോഷിന് നൽകി പ്രകാശനം ചെയ്തു. പയ്യന്നൂർ പ്രസ് ഫോറം അംഗങ്ങളായ പത്രപ്രവർത്തകരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി പ്രസ് ഫോറം പുറത്തിറക്കിയ പ്രസ് ഫോറം പോക്കറ്റ് ബുക്ക് പ്രകാശനം ചെയ്തു. ബോംബെ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ പ്രസ് ഫോറം പ്രസിഡന്റ് PA സന്തോഷിന് നൽകി പ്രകാശനം നിർവഹിച്ചു. പ്രസ് ഫോറം സെക്രട്ടറി T ഭരതൻ, ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ശ്രീജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം. പയ്യന്നൂർ ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥികളെ മുൻ ട്രെയിനി അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂളിൽ പ്രതിഷേധം നടത്തി. ആരോപണ വിധേയരെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ്. കാങ്കോൽ ഭാഗത്ത് കൃഷിയിടങ്ങളിൽ മോട്ടോർ മോഷണം പതിവാകുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 7 മോട്ടോറുകളാണ് ഈ പ്രദേശത്ത് നിന്നും മോഷണം പോയത്. ആശങ്കയിലായി കർഷകർ. ചെങ്കല്ല് കയറ്റി വന്ന മിനി ലോറി ഇറക്കത്തിൽ നിന്നും നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് വീണു. കുറ്റൂർ ടൗണിൽ ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം നടന്നത്. ഒഴിവായത് വൻ ദുരന്തം. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുകയും പദ്ധതിയുടെ ഘടന അടിമുടി മാറ്റുകയും ചെയ്യുന്ന വിവാദ ബില്ലിനെതിരെ കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി പ്രതിഷേധം. പുറച്ചേരിയിൽ കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം V രമേശൻ ഉദ്ഘാടനം ചെയ്തു.